നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക. LDF സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്നുള്ളത്. മുതിർന്നവർ, വിധവകൾ, വികലാംഗർ, അവിവാഹിതരായ വനിതകൾ, കർഷക തൊഴിലാളികൾ എന്നിങ്ങനെ 5 ഇനം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാവും. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന 5.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 രൂപ, 300 രൂപ, 500 രൂപ നിരക്കിൽ കേന്ദ്ര സഹായം കൂടി ചേർത്താണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. സാംസ്കാരിക വകുപ്പ് മുഖേന നൽകുന്ന കലാകാര പെൻഷൻ, അവശ കലാകാര പെൻഷൻ, കായിക യുവജന ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന സർക്കസ് പെൻഷൻ, അവശ കായിക താര പെൻഷൻ, പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നൽകുന്ന വിശ്വകർമ്മ പെൻഷൻ, മറ്റു ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും. നിലവിൽ 1600 രൂപയിൽ നിന്നും 2500 രൂപയിലേക്കാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരാൻ പോകുന്ന ബജറ്റിൽ ഈ തീരുമാനം പ്രതിഫലിക്കും. ഇതുകൂടാതെ അംഗനവാടി, ആശാ വർക്കർ, പാചക തൊഴിലാളി, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യങ്ങൾക്ക് കാലോചിതമായി ഉയർത്തുമെന്നും നവകേരള സദസ്സിന് പിന്നാലെ സർക്കാർ ഉറപ്പു നൽകി. നിലവിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന 64 ലക്ഷം പേർ പെൻഷൻ ഡാറ്റാബേസിലുണ്ട്. ഇതിൽ മസ്റ്ററിംഗ് ചെയ്ത എല്ലാവർക്കും പെൻഷൻ ഉറപ്പുവരുത്തും. നിലവിലിപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇത് പൂർത്തിയായാൽ ഉടൻ തന്നെ ജനുവരിയിൽ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം കൂടി ഉണ്ടാകും. വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.